വ്യൂവേഴ്സ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയാലോ? ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പത്തിൽ. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ തക്കാളി വേണ്ട കേട്ടോ, ചെറിയ തക്കാളി മതി. ഞാൻ ഈ തക്കാളിയുടെ പകുതി എടുക്കുള്ളൂ. പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇത്രയും അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളിയാണ്. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5 അല്ലി എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 10 അല്ലി വരെ എടുക്കുക. ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. നമ്മളിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സവോള 2 രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തു. തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. നമ്മളെടുത്ത തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതെല്ലാം കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്ത സവോള ചേർക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാനിപ്പോൾ 1/4 ടീസ്പൂണേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയുടെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ടാണ് സവോളയിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. ഇനി സവോളയുടെ കളർ മാറി വരട്ടെ. നമുക്ക് ഈ സമയത്ത് തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കുക. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം മാത്രം ചേർത്തിട്ട് വേണം ഈ ഒരു കറി ഉണ്ടാക്കാൻ. പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനും നന്നായിട്ട് കുക്കായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ തക്കാളിയും കുക്കായി കിട്ടും. പിന്നെ നമ്മുടെ ഗ്രേവി കുറുകി പോവുകയാണെങ്കിലും വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഗ്രേവിയുടെ ആ കുറുകൽ മാറ്റിയെടുക്കാം. അല്ലാതെ വേറെ വെള്ളം ആഡ് ചെയ്യരുത്, തിളച്ച വെള്ളം മാത്രം ചേർക്കുക.
അപ്പോൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ചെറുതായിട്ട് കുറവുണ്ടാവും. അപ്പോൾ നമ്മളിനി ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കഴിയുമ്പോൾ വേണം ഉപ്പ് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും വെള്ളം ചേർക്കുക. കുറച്ച് ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനൊരു 2-3 പ്രാവശ്യം വീതം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യം വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായി മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിൽ വെള്ളം കുറവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർക്കുക കേട്ടോ. ഞാൻ ഒരു പീസ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഒരു പീസേ ഉടച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിരുന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. ഇതാ നമ്മുടെ കറി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും കുറുകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി ഒരു 1-2 മിനിറ്റും കൂടി കുറുക്കിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിയുടെ ഭാഗത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ കഴിക്കാനാകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. ചപ്പാത്തിക്കാണെങ്കിലും കുറച്ചുകൂടി കുറുകി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമുക്കിത് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.